മറ്റുള്ളവരെ ഒരിക്കലും നിയന്ത്രിക്കരുത്. നീ നല്ലതാണെന്ന് പറയുന്നത് നിയന്ത്രണമാണ്. അങ്ങനെ ഒരു വിശേഷത്തിൻ്റെ ആവശ്യമില്ല, വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൃഷ്ടിയിലാണ് മറ്റൊരു വ്യക്തി നല്ലത്, എൻ്റെ സ്വപ്നത്തിലാണ് മറ്റൊരു വ്യക്തി നല്ലത്. എന്നിലുള്ള പ്രാപ്തിയില്ലായ്മ കൊണ്ടാണ് ഞാൻ മറ്റൊരു വ്യക്തിയെ വിലയിരുത്തേണ്ടി വരുന്നത്. ആ വിലയിരുത്തൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തടസ്സത്തിന് കാരണമാകും. എന്നെപ്പറ്റി നല്ലത് പറഞ്ഞു, ഇനി നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അവർ നാളെ നല്ലത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങി. അവർ എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറയണം. അവരെ കൊണ്ട് നല്ല അഭിപ്രായം പറയിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖവും ദുരന്തത്തിനും കാരണമാണ്. അതുകൊണ്ട് ഒരിക്കലും ആരുടെയും ജീവിതത്തിന് തടസ്സം നിൽക്കരുത്, ആരെയും നിയന്ത്രിക്കാൻ നോക്കരുത്. ഇപ്പോഴും കുട്ടികൾ, മാതാപിതാക്കൾക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ കമ്പയർ ചെയ്യും. നീ അവനെ പോലെ ആകട, അവൻ ചെയ്ത പ്രവൃത്തി കണ്ടില്ലേ, അവനെ കണ്ടുപഠിക്കൂ. ഇല്ല, ഒരിക്കലും പറയരുത്. അവനെ കണ്ടുപഠിക്കൂ എന്നൊരിക്കലും പറയും. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ നാശം എന്താണ്? യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മനുഷ്യരുടെ എല്ലാവരുടെയും നാശത്തിന് കാരണം. ശ്രദ്ധിക്കണേ, അപകടം മനസ്സിലാക്കണം. ലോകത്തിൻ്റെ രക്ഷകൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവാണ് മനുഷ്യരുടെ ഇടയിൽ ഇത്രയും വലിയ ശത്രുതയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കാനായിട്ട് കാരണമായിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു രക്ഷകനില്ല, ഒരിക്കലും സാധ്യമല്ല. ഓരോ വ്യക്തിയും അവരുടെ തെളിച്ചത്തിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരാൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ഒരു വ്യക്തിയും ഒരു മഹാത്മാക്കളും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് കാരണമാകുന്നില്ല. നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ പ്രവർത്തനം, അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. കാരണം യേശു ക്രിസ്തു ഒരു വിഗ്രഹമാണ്. യേശു ക്രിസ്തു ഒരു വിഗ്രഹമാണ്. അവിടെ അതൊരു സ്വപ്നമാണ്. അതൊരു സ്വപ്നമാണ്. അപ്പൊ സ്വപ്നം കാണുന്നതിന് ഒരിക്കലും ആകാശമായിട്ടുള്ള ബന്ധം ഉണ്ടാകില്ല. ഈ ആകാശമാണ് സ്വർഗവുമായിട്ടുള്ള ബന്ധം. എന്നുവെച്ചാൽ നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനം വ്യക്തമായിട്ട് കാണണം. അതുകൊണ്ട് യേശു ക്രിസ്തു രക്ഷകനല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഒരു രക്ഷകന്റെ ആവശ്യമില്ല. എന്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്? എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്? എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്? എന്തെങ്കിലും അപകടമുണ്ടോ നമ്മളിൽ? നമ്മളിൽ ഒരു അപകടവുമില്ല. ശരീരം വളരെ വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്നു. ശരീരം വളരെ വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്നു. നിരന്തരം വളരെ വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്നു. ആ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാനായിട്ട് എന്താ കാരണം? ശരീരത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ, ഞാൻ, ജീവൻ. അത് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ബിംബങ്ങളും, അത് കൃഷ്ണനാണെങ്കിലും അള്ളാഹു ആണെങ്കിലും ഇതെല്ലാം ബിംബങ്ങളായിട്ടാണ് മാറുന്നത്. ഇസ്ലാം പറയുന്നത് വിഗ്രഹത്തെ ആരാധിക്കരുതെന്നാണ്. പക്ഷെ അവർ പുസ്തകം വായിക്കുമ്പോഴെല്ലാം, പുസ്തകം വായിച്ച് അറിവെടുക്കുമ്പോഴെല്ലാം വിഗ്രഹങ്ങളാണ്. സെയിം കാര്യമാണ്, ഒരു വ്യത്യാസമില്ല.
വിഗ്രഹങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നിടത്ത് മാത്രമേ നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പോൾ അവിടെ തീർന്ന് വിഗ്രഹമായി. ഞാൻ എന്താണെന്ന് എന്തിനാണ് നമ്മൾ സ്ഥാപിക്കുന്നത്? എന്തിനാണ്? ആരെ ബോധ്യപ്പെടുത്തണം? ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പോൾ നീയും ഞാനുമായിട്ട് അന്തരമുണ്ടെന്ന് സ്ഥാപിക്കുന്നു. ഞാൻ നിന്നിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് സ്ഥാപിക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ്. ഈ ഞാനെന്ന് നെഞ്ച കൈവച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ നാശത്തിലോട്ട് പോവുകയാണ്. ഞാൻ എന്താണെന്നുള്ള ഭാഗം അതായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഇനി ആരെയാണ് ഇത് ബോധ്യപ്പെടുത്തേണ്ടത്? ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ, അല്ലെ ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, ഞാൻ ഹിന്ദു എന്ന് പറയുന്നത്? ഞാൻ ഇന്നതാണെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ടത്? അങ്ങനെ ഒരു വിഷയമില്ല. ആരെയും ബോധ്യപ്പെടുത്തണ്ട. അതുകൊണ്ട് ആരെയും ചോദ്യം ചെയ്യരുത്. മറ്റുള്ളവരെ നിയന്ത്രിക്കുകയാണ്. അവരെ ചോദ്യം ചെയ്യുന്നത് അവരെ നിയന്ത്രിക്കുക. നമ്മൾക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല എല്ലാവരുമായിട്ട്. സർവ്വതുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും കാരണം. സർവ്വരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല. അത്രയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയ്ക്കുള്ള കാരണം, രോഗത്തിനുള്ള കാരണം. സഹകരണമാണ് ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ ബേസ്. നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സഹകരിക്കാൻ നമ്മളെന്താ ഇത്ര വലിയ ബലം പിടിക്കുന്നത്? ഇതിങ്ങനെ സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തനിയെ. നമ്മൾ ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലോട്ട് നമ്മൾ വളർന്നെത്തി. അതുകൊണ്ട് മൃഗങ്ങളെപ്പോലെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗം ഇല്ലാണ്ടായി. മൃഗത്തിന് ശരീരത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് തനിയെ പ്രവർത്തിക്കുക. നമ്മൾ ബോധത്തിൽ ആണ് നിൽക്കുന്നത്. അത് ശരീരവുമായിട്ടുള്ള ബന്ധത്തിലല്ല. മൃഗം ശരീരവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അവിടെ മൃഗങ്ങൾ പെട്ടെന്ന് അക്രമാസക്തരാകുന്നു. കാരണം അവരെ ബാലൻസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റാണ്. ആ എൻവയോൺമെൻറ്റ് നമുക്കെന്താണ്? എൻവയോൺമെൻ്റ് അല്ല. അതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും നമ്മൾക്ക് പോയി ജീവിക്കാം. കാരണം എൻവയോൺമെൻ്റ് അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇന്ന് മൃഗത്തേക്കാൾ കഷ്ടമാണ് മനുഷ്യൻ. മൃഗത്തേക്കാൾ കഷ്ടമെന്ന് പറയാൻ പാടില്ല. മൃഗത്തിനൊരു കഷ്ടതയില്ല. മൃഗം മൃഗത്തിൻ്റെ രീതിയിൽ പെർഫെക്റ്റാണ്. അതായത് മൃഗം ചെയ്യുന്ന പ്രവൃത്തി പോലും മനുഷ്യന് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശരീരത്തിൻ്റെ നിയന്ത്രണത്തിൽ മനുഷ്യൻ പെട്ടുകയാണ്. മനുഷ്യനുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ യാഥാർത്ഥ്യം എവിടെ? ഇല്ല, എങ്ങുമില്ല. തെളിച്ചമില്ല. ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നമുക്ക് ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അതിനിടയിലാണ് ലൈംഗികതയും കടന്നു വരുന്നത്. പല ആസക്തികളാണ്. ലൈംഗികത മാത്രമല്ല, ദുരാഗ്രഹങ്ങൾ കൊണ്ട് ആസക്തികൾ വികൃതമായി രൂപം കൊണ്ട് സ്വരൂപം എന്താണെന്ന് അറിയാതെയായി, ഭാഷയില്ലാതെയായി, സംസ്കാരമില്ലാതെയായി. മനുഷ്യനുണ്ടാക്കും തോറും, മനുഷ്യനുണ്ടാക്കാനുള്ള ആർത്തി കൂടും തോറും മനുഷ്യൻ നശിക്കാൻ അറിയുന്നില്ല. ശത്രുവിനെ നശിപ്പിക്കുന്നിടത്തല്ല കാര്യമിരിക്കുന്നത്. ശത്രുവുമായിട്ട് ലയിക്കുന്നിടത്താണ് കാര്യമിരിക്കുന്നത്. ശത്രുവുമായിട്ട് പൊരുത്തപ്പെടുന്നിടത്താണ് കാര്യമിരിക്കുന്നത്. ശത്രുവിനെ കൊന്നുകളയുന്നിടത്തല്ല കാര്യമിരിക്കുന്നത്. അത് നമ്മുടെ വിവേകമില്ലായ്മയാണ്.
ശത്രുവുമായിട്ട് രമ്യതപ്പെടാൻ സാധിക്കുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്. ശത്രുവിനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുത ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അത് വ്യക്തിയെ നശിപ്പിച്ചു കളയല്ല. നമ്മുടെ പ്രാപ്തിയുടെ ലക്ഷണമാണ് ശത്രുവിനെ മിത്രമാക്കുന്നത്. കാരണം അവിടെയാണ് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ തുടർച്ച, തെളിച്ചം. കാരണം നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനെ എതിർക്കുന്നതിൽ എന്തർത്ഥം ഇരിക്കുന്നു? അങ്ങനെ എതിർക്കുന്നുണ്ടെങ്കിൽ തെറ്റായ ധാരണയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ ഉള്ളിലും എപ്പോഴും അല്ലെങ്കിൽ പുറത്തും അന്തരീക്ഷത്തിലും ഒക്കെ ഒരു എനർജി എന്ന് പറയുന്ന ഒരു സംവിധാനമില്ലേ? മാറ്റങ്ങൾ. ഈ ചേച്ചി മാറ്റങ്ങൾക്ക് കാരണമാണ് എനർജി. എല്ലാ മാറ്റങ്ങളും എനർജി, ഊർജം. ഈ ഊർജമാണ് മാറ്റം വരുത്തുന്നത്. അപ്പൊ മാറ്റത്തെ ശ്രദ്ധിക്കുമ്പോൾ ഊർജത്തെ പരിചയപ്പെടുകയാണ്. അത് വെറുതെ എനർജി ഊർജം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയാണ് നമുക്ക് അതുമായിട്ട് സ്ഥിരപ്പെടാൻ പറ്റുന്നത്? മാറ്റത്തെ ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ മാറ്റത്തിന് കാരണം ഊർജമാണ്. ഊർജം എങ്ങനെ ഫോമാകും? എന്തോ നിലനിൽക്കുന്ന എനർജി, അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന എനർജി ഓരോ വ്യക്തികളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ഇല്ല. അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന എനർജി ഇല്ല. അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന അങ്ങനെ ഒരു എനർജി ഇല്ല. മാറ്റത്തിലാണ് എനർജി ഉണ്ടാകുന്നത്. മാറ്റത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ഊർജം ഉണ്ടാകുന്നത്. അത് ഊർജം വെറുതെ എങ്ങും കെട്ടിക്കിടക്കുന്നില്ല. മാറ്റത്തിന്റെ, ചലനത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് ഊർജമുണ്ടാകുന്നത്. അതിന്റെ ഊർജം എങ്ങും കെട്ടിക്കിടക്കുന്നില്ല. ചലനമുണ്ടോ? ചലനം ഉണ്ടെങ്കിൽ അവിടെ ഊർജം ഉണ്ടാകും. അപ്പൊ ചലനത്തിന്റെ തുടർച്ച, ചലനത്തിൽ വൃത്തിയായിട്ട് നിൽക്കാൻ സാധിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് സംസ്കാരം ഉണ്ടാകുന്നത്. ഇല്ല, മനസ്സിന്റെ ചലനം എന്ന് പറയുമ്പോൾ സ്വപ്നത്തിന്റെ അടിമയായില്ലേ? അപ്പൊ ചുറ്റുപാടും എന്താണ് മനസ്സ്? ചുറ്റുപാടും മനസ്സെന്താണ്? ചുറ്റുപാടും കണ്ട മാറ്റത്തിന്റെ നിഴൽ പതിച്ചിടമാണ് മനസ്സ്. ചുറ്റുപാടും കാണുന്ന മാറ്റത്തിന്റെ നിഴൽ നമ്മുടെ ശരീരത്തിൽ പതിച്ചതാണ് മനസ്സ്. നമ്മുടെ വൃത്തിയില്ലായ്മയാണ് നമ്മുടെ മനസ്സായിട്ട് രൂപം കൊണ്ട് നിൽക്കുന്നത്. എൻ്റെ മനസ്സ് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. എൻ്റെ മനസ്സ് പറയുന്നത് എന്താണ്? കാലത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ നിഴലാണ് എൻ്റെ മനസ്സ്. അവിടെ നിഴല് പറയുന്നത് കാലത്തിന്റെ ഭാഗത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അത് ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളുടെ നിഴൽ മാത്രമാണ് എൻ്റെ മനസ്സ്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ബലഹീനമാകുമ്പോൾ, നമ്മൾ വീക്കാകുമ്പോൾ അതിന് പവർ കൂടും. നമ്മളുടെ സ്ഥാനത്ത് നമ്മൾ നിൽക്കാതിരിക്കുമ്പോൾ എല്ലാത്തിനും പവർ കൂടാൻ പറ്റും. നമ്മളുടെ പവർ കുറയുമ്പോൾ മറ്റുള്ളതിന്റെ പവർ കൂടും. അത് എല്ലാത്തിനും ഉള്ളതാണ്. സർവ്വതിനും ആകർഷണവും വികർഷണവും സർവ്വതിൻ്റെയും തനിതായിട്ടുള്ള സ്വഭാവമാണ്. ആകർഷണ വികർഷണം നിരന്തരം സർവ്വതിലും നിലനിൽക്കുന്ന ഒന്നാണ്. മനസ്സിന്റെ ചലനങ്ങളെയും അല്ലെങ്കിൽ തന്നെ ഫേക്കാണ്, പക്ഷെ അതിൽ നടക്കുന്ന ചലനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇല്ല, ശരീരത്തിന്റെ മാറ്റത്തെ നിരീക്ഷിച്ചാ പോരെ? എന്തിനാണ്
നിഴല് നിരീക്ഷിക്കുന്നത് എന്തിനാണ്? നിഴല് നിരീക്ഷിക്കുന്നത് എന്തിനാണ്? ശരീരത്തിന്റെ ചലനത്തെ, ചെയ്യുന്ന പ്രവൃത്തി, കർമ്മം, ധർമ്മത്തിൽ എന്താണ് ധർമ്മം? ധർമ്മം എന്താണ്? ധാർമ്മികത എന്താണ്? ശരീരം രൂപം കൊള്ളാനുള്ള കാരണം, അതാണ് ധർമ്മം. സിങ്ക്രണൈസ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ മനസ്സ് അസ്വസ്ഥമാകുന്നു. അപ്പൊ അത് ശരീരത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടും. മനസ്സ് അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്വപ്നം, നമ്മൾ ഉദ്ദേശിക്കുന്ന വിഗ്രഹം തകരുന്നതാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് നമ്മൾ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന സ്വപ്നത്തിൽ തുടർച്ചയില്ല. അത് തകരട്ടെ. ആ മനസ്സിന്റെ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും തകർന്ന് തരിപ്പണമാകട്ടെ. അത് തകരുകയാണ് വേണ്ടത്. എക്സാക്ട്ലി അതിലാണ് കാര്യം ഇരിക്കുന്നത്. സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? തിയേറ്ററിൽ പോയി സിനിമ കാണാനിരിക്കുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ സംസാരിക്കുമോ? ഇല്ല. നമുക്കറിയാം തിയേറ്ററിലാണ് അയാൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയും, പക്ഷെ തിയേറ്ററിലില്ല, പക്ഷെ സ്റ്റിൽ സ്വപ്നം കാണുകയും. സ്റ്റിൽ സ്വപ്നം കാണി. ശ്രദ്ധിച്ചു നോക്കണേ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ചരിത്രമാണോ പറയുന്നത്? ശാസ്ത്രമാണോ പറയുന്നത്? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടതാണ്? ഇതെല്ലാം സ്വപ്നമാണ്. തിയേറ്ററിൽ മാത്രമല്ല ആൾക്കാർ സ്വപ്നം കാണുന്നത്. പകല് മുഴുവൻ ഓടിയിടന്ന് സ്വപ്നം കാണുകയും, എന്നിട്ട് പകൽ ഓടിയിടന്ന് കാണുന്ന സ്വപ്നത്തിന്റെ ഭാഗത്ത് ഇവർക്ക് ആശ്വാസമില്ലാത്ത കൊണ്ടാണ് തിയേറ്ററിൽ പോയിരുന്ന് വേറൊരു സ്വപ്നം കൂടി കാണുന്നത്. അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം സ്വപ്നത്തിന്റെ തന്നെ വിവിധ ലക്ഷണങ്ങളാണ്. നമ്മളെ സ്വപ്നം നിയന്ത്രിക്കുകയാണ്. നമ്മളെ അടുത്ത് വരുന്ന ഒരാൾ അയാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് അയാളുടെ സ്വപ്നമാണ് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് പേടിക്കും. എന്നിട്ട് അതിന് കണ്ണെടുത്ത് ഞാൻ പറഞ്ഞ മുഖം മാറ്റി ടി വിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് നോക്ക്. അപ്പൊ നോക്കി ഓക്കെ അച്ഛമ്മ. എന്നിട്ട് പിന്നെയും ഇതിലേക്ക് നോക്കാനുള്ള ടെൻഡൻസി. അവൻ പേടിക്കുകയാണെങ്കിൽ നോക്കരുത് എന്ന് പറയും. അപ്പോഴാണ് ആ സ്വപ്നം എത്രമാത്രം നമ്മളെ അത് റിയൽ ആയിട്ടെന്ന് തോന്നുകയാണ് കുട്ടിക്ക്, നമുക്കും. അപ്പൊ നമ്മൾ അതനുസരിച്ച് കരയുന്നു. മറ്റൊരാളുടെ സ്വപ്നം അപ്രവാളികളിലാക്കിയതില് നമ്മളുടെ സ്വപ്നം കൂടി ചേർത്ത് കൂട്ടിക്കൊഴിച്ച് ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ. ശരിക്കും സിനിമയൊക്കെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പുസ്തകം വായിക്കുമ്പോഴും ഒക്കെ നമ്മള് ഈ സ്വപ്നത്തിന്റെ മുകളിൽ ഒരു സ്വപ്നം ക്രിയേറ്റ് ചെയ്ത് അടയണം. പിന്നെ അവിടെ ഒരു ഈസി മറ്റൊരാളുടെ സ്വപ്നമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കവിടെ വലിയ ജോലി ഇല്ല, അത്രേ ഉള്ളൂ. നമ്മളുടെ സ്വപ്നത്തെ കുറച്ചു നേരം മാറ്റി വെക്കാം. വെറുതെയാണ്, നമ്മുടെ കഷ്ടപ്പാട് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. എനർജി കംപ്ലീറ്റ് കൺസ്യൂംഡ് ആയിപ്പോയി. എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് പോവുകയും. ആ പ്രഷർ കുക്കറിന്റെ വാൽവിന് ലീക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, തീ കത്തിച്ചുകൊണ്ടിരിക്കുക. എത്ര നേരം കത്തിച്ചാലും പ്രഷർ കുക്കർ പ്രഷർ ബിൽഡപ്പ് ചെയ്യത്തില്ല. നമ്മുടെ ഉള്ളിൽ പ്രോപ്പറായിട്ടുള്ള പ്രഷർ വേണം. നമ്മുടെ ഉള്ളിൽ പ്രഷർ വേണം. നമ്മൾ തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള പ്രഷർ വേണം. നമ്മളെ തിരിച്ചറിയണം, അതിനുള്ള പ്രഷർ വേണം. എന്നാലേ മൂവ്മെന്റ് പ്രോപ്പർ ആവുള്ളൂ, എന്നാലേ ചലനം പ്രോപ്പർ ആകുള്ളൂ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെ കാരണം. ചലനം പ്രോപ്പർ ആയാലേ എനർജിയും ഉണ്ടാവുള്ളൂ. അവിടെ എൻഗേജ്ഡ് ആകുക. ചലനം എന്ന് പറയുന്നതാണ് എനർജി. ചലനം തന്നെ എനർജിയാണ്, അത് വേറെ എനർജി ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്.
സഭാസനം പേര് 4 പേരല്ല. അപ്പൊ നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതെല്ലാം എനർജിയാണ്. ഇതെല്ലാം എനർജിയാണ്. ചൂട്, തണുപ്പ്, ദാഹം, ഇതെല്ലാം എനർജിയാണ്. പക്ഷെ നമ്മളിതൊന്നും വകവെക്കുന്നില്ല. ഇതെല്ലാം മാറ്റങ്ങളാണ്. ഇതെല്ലാം നമ്മളുടെ വിവേകത്തിന് കാരണമാണ്. അപ്പൊ ഏത് മാറ്റം എവിടെയാണ്? ഏത് മാറ്റത്തിന്റെ ഭാഗത്തൂടെ തുടരണം? അവിടെ രൂപം കൊള്ളുന്ന എനർജി, കാരണം അവിടെ രൂപം കൊള്ളുന്ന മാറ്റം, തുടർച്ചയായിട്ടുള്ള മാറ്റം, ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം, അവിടെ ഊർജ്ജം ഉള്ളതുകൊണ്ടാണ് ഹൃദയം ഇങ്ങനെ നിരന്തരം ടപ് 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 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാറ്റത്തിന് കാരണമുണ്ട്, മാറ്റത്തിന് തുടർച്ചയുണ്ട്. അതിനാണ് സംസ്കാരം, അവിടെയാണ് വിവേകം, അതാണ് ജീവിതം. അതിന്റെ എനർജി തപ്പിപ്പോകുകയൊന്നും വേണ്ട. നമ്മൾ ചലിക്കുന്നില്ല എനർജി. ചിലവർ കഷ്ടപ്പെട്ട് വിഷമിച്ച് തർക്കിക്കുന്നു. എന്താ കാരണം? ഈ മാറ്റത്തിന്റെ സുതാര്യതയിലല്ല, എനർജിയാണ്. അതുകൊണ്ട് പാടുപെടും കിടന്ന് പൊട്ടിത്തെറിക്കുകയും ബഹളം വെക്കുകയും. കാരണം അവിടെ രൂപം കൊള്ളുന്ന ആ മാറ്റത്തിന്റെ വ്യവസ്ഥ കൃത്യമല്ലാത്തതുകൊണ്ടാണ് ബഹളം വെക്കുന്നത്. ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ ഉള്ളില് സ്വപ്നം ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെന്താ പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് തേങ്ങയാ പറയണത്? കാരണം ഇവന്റെ ഉള്ളിൽ സ്വപ്നം ജനിക്കുകയാണ്. എന്ത് സ്വപ്നമാണ്? ഇവൻ പൊട്ടനാകുകയാണ്. അതുകൊണ്ടാണ് ഇവൻ മറ്റൊരുത്തനെ പഴിക്കുന്നത്. ഇവൻ പഴിക്കുന്ന മറ്റൊരാളെ. ശ്രദ്ധിക്കണേ, താൻ എന്തോ തേങ്ങയിടോ പറയണത്. കാരണം ഇവന്റെ ഉള്ളിൽ ജനിക്കുന്ന സ്വപ്നത്തിന് ഒരർത്ഥവും ഇവന് കൊടുക്കാൻ പറ്റുന്നില്ല. അത് മറ്റൊന്നുമായിട്ട് ഇവന് പൊരുത്തപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇവൻ മറ്റൊരുത്തരെ പഴിക്കുന്നു. താൻ എന്തൊട്ട് മാങ്ങാത്തൊലിയടോ പറയണത്? തനിക്ക് നിർത്തിയിട്ട് പോകാൻ പാടില്ല. കാരണം ഇവന്റെ ഉള്ളിൽ വൃത്തിയായിട്ടുള്ള ഒരു സ്വപ്നം ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ കേട്ടുകൊണ്ടിരിക്കും. സുന്ദരിയായ ഒരു പെണ്ണ് മന്ദം മന്ദം നടന്നു വരുന്നു. അപ്പൊ കേൾക്കും, ആകാംക്ഷയോട് കേട്ടുകൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല. നമ്മൾ പൊട്ടരാണ്, ഭ്രാന്തരാണെന്ന് പറഞ്ഞവര് നമ്മൾ പറയണ്, അതാ അങ്ങ് അകലെ നിന്ന് സുന്ദരിയായ ഒരു പെണ്ണ് നടന്നു വരുന്നു. അവളുടെ കാൽപാദം തൊട്ട് ശിരസ് വരെയുള്ള അവളുടെ ശരീരത്തിന്റെ ഭാഗം ഞാൻ കാണുമ്പോൾ ആഹാ എത്ര മനോഹരം. ഈ നമ്മളെ വൃത്തികെട്ടവനെന്ന് വിളിച്ചവൻ അടുത്ത നിമിഷം ആഹാ എന്നിട്ട് എഴുന്നട്ടെന്നുള്ള ചോദ്യം വരും. അവന്റെ ശ്രദ്ധ അപ്പോൾ തിരിയും. ഇത്രയേ ഉള്ളു. മനുഷ്യ മനസ്സ് ഇത്രയേ ഉള്ളു. അപ്പൊ അവന് മനസ്സിലായി, അതാ ശരിയാണ്, സുന്ദരിയായ ഒരു പെണ്ണ്. നമ്മൾ അവന്റെ സ്വപ്നത്തെ ഉണർത്തി കൊടുത്താൽ, അവന്റെ സ്വപ്നത്തിനെ കൂട്ടു നിന്നാൽ അവൻ നമ്മളെ കേൾക്കും. അവന്റെ സ്വപ്നത്തെ തകർത്താൽ അവൻ കിടന്ന് ബഹളം വെക്കും. ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. സൗഹാർദ്ദം എന്ന് പറയുന്നത്